നന്ദി കാന്തപുരം ഉസ്താദെ, നന്ദി നിമിഷപ്രിയക്ക് ജീവൻ തിരിച്ചു നൽകിയതിന്. കാന്തപുരത്തിന്റെ ശിഷ്യനായ ലുക്മാൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ചില കുറിപ്പിൽ ചില വചനങ്ങൾ സ്ഥിരം ഉസ്താദ് പറയുന്നത് കോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുവിൻ, ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്കും കരുണ ചെയ്യും. അശരണരുടെ അത്താണിയും പാവങ്ങളുടെ അഭയകേന്ദ്രവുമായ അങ്ങ്, അതുകൊണ്ട് അല്ലാഹു സത്യം, അവൻ നിങ്ങളെ വൃഥാവിലാക്കില്ല. പിന്നെ ഖുർആൻ മുഹമ്മദ് നബിയെ പറ്റി പറയുന്ന അങ്ങ് കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ആളുകളൊക്കെ അങ്ങിൽ നിന്ന് മാറിപ്പോകുവാൻ സ്ഥിരം കാന്തപുരം ഉസ്താദ് പറയുന്ന ചില വാചകങ്ങളായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റോറിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ സന്ദർഭത്തിന്റെ മഹത്വം ഒട്ടും കുറച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മതം പലപ്പോഴും കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള സ്ത്രീവിരുദ്ധത പറയുകയും പ്രവർത്തിക്കുകയും ഏറ്റവും പിന്തിരിപ്പിന് ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും സ്ത്രീകളുടെ സർവ്വ സന്തോഷത്തിനും മേൽ കരിനിഴൽ വീഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് സത്യത്തിൽ മതത്തിന് വെറുത്തു പോകുന്നത്. മതം പ്രചരിപ്പിക്കുന്നവർ പറയുന്ന പല കാര്യങ്ങളും കേട്ടാൽ രണ്ടാമതൊന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നാറില്ല എന്നതാണ് സത്യം. എന്നാൽ വല്ലപ്പോഴുമാണ് മതവും മതപണ്ഡിതരും ഇത്തരത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ആദരിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുന്നത്. മതത്തെയും വിഡിത്തം പറയുന്ന മതപണ്ഡിതരെയും ഞാൻ ആവോളം വിമർശിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലത് കാണുമ്പോൾ അത് പ്രത്യേകം പറഞ്ഞു പോയില്ലെങ്കിൽ അത് നീതിയാവില്ല. നന്ദി ഉസ്താദെ, നന്ദി. മതം എന്തിനാണ് എന്ന ചോദ്യത്തിന് ഒരു സന്ദർഭത്തിലെങ്കിലും ഒരു ഉത്തരം കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രവൃത്തിയിലൂടെ നൽകിയിരിക്കുകയാണ്. ഇത് ചരിത്രമാണ്. ഇത്തരത്തിൽ സ്നേഹം, അനുകമ്പ, കാരുണ്യം ഒക്കെ സഹജീവികളോട് കാണിക്കാനാണ് മതവും മതപണ്ഡിതരും എങ്കിൽ, അതിന് സാധിക്കുമെങ്കിൽ മതം നിലനിൽക്കട്ടെ. അല്ലാതെ സ്ത്രീവിരുദ്ധത പറയാനും പ്രചരിപ്പിക്കാനുമാണ് മതം എന്ന് കരുതുന്ന പണ്ഡിതന്മാർ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ മതത്തെയും അത് പ്രാക്ടീസ് ചെയ്യുന്നവരെയും വെറുക്കുന്നതും പരിഹസിക്കുന്നതും. അപ്പൊ നിങ്ങള് ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുവിൻ, ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്കും കരുണ ചെയ്യുമെന്ന് വിശ്വാസികൾക്ക് വിശ്വസിക്കാം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞിരുന്ന നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസമാണിന്ന്. പെട്ടെന്നാണ് വാർത്ത വന്നത്. വധശിക്ഷ മരവിപ്പിച്ചു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ നീക്കങ്ങളാണ് വിജയം കണ്ടത് എന്നാണ് മനുഷ്യരുടെ ഇടയിലെത്തിയ വാർത്തകൾ. എല്ലാവരും ഉസ്താദിന്റെ ഇടപെടലിനെ അഭിനന്ദിച്ചു. ഒരു മനുഷ്യജീവനല്ലേ, എങ്ങനെയും രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് ആശ്വസിച്ചു. അപ്പോഴടാ പാരലൽ വേൾഡിൽ അലർച്ചയും അട്ടഹാസവും പതിവ് പോലെ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഹൂത്തി ബന്ധത്തെ കുറിച്ച് അന്വേഷണം വേണമെന്ന്. ആദ്യം ഞാൻ ചോദിച്ചത് ശരിക്കും വല്ല തമാശയായിരിക്കും കേട്ടോ. അല്ല, ശരിക്കും അല്ല. മതം വിട്ട മുസ്ലിമും യുക്തിവാദികളും സംഘികളും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോ കണ്ടു നിമിഷപ്രിയ ഹിന്ദുവാണ്, മുസ്ലിമായ കാന്തപുരം ഉസ്താദിന് ഹിന്ദു സഹോദരന്റെ അഭിവാദ്യങ്ങൾ എന്നൊക്കെ അഖിൽമാരാറുടെ പോസ്റ്റ്. അയ്യേ, അത് കണ്ടപ്പോ സത്യം പറഞ്ഞ ഒരു നാണം തോന്നിട്ടോ. ബൈ നിമിഷപ്രിയ ഹിന്ദു ഒന്നല്ല, ക്രിസ്ത്യാനിയാണ് കേട്ടോ, ഹിന്ദു സഹോദര. അത് കഴിഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദിക്ക് പിന്നെ ഉമ്മൻചാണ്ടിക്ക് കേരള ഗവർണർക്കൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ചില എഴുത്തുകളൊക്കെ കണ്ട് ശരിക്കും നിമിഷപ്രിയയുടെ കേസിൽ ആരൊക്കെയാണ് ഇടപെട്ടത്, ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ്, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഒരു കേസിൽ ആദ്യം ആരാണ് ഇടപെട്ടത് എന്നതിന് സത്യത്തിൽ വലിയ പ്രസക്തിയൊന്നും പലപ്പോഴും ഉണ്ടാകാറില്ല. കാരണം ആരിടപെട്ടാലും ആര് ഗുണപരമായി ഇടപെട്ടു എന്നതിനാണ് പ്രസക്തി. ആരാണ് കാര്യങ്ങൾ നീക്കിയത്, ആരാണ് കാര്യങ്ങൾ നടത്തിയെടുത്തത് എന്നതിനാണ് പ്രസക്തി. അങ്ങനെ നോക്കുമ്പോൾ 2017 കേസ് വരുന്നത്. അതിനും 5 വർഷം മുമ്പ് 2012 നിമിഷ യമനിലെത്തി. 2017 മുതലുള്ള 8 വർഷങ്ങളിൽ പലരും കേസിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ തന്നെ കേസിൽ ആദ്യമായി ഇടപെട്ടവരുണ്ട്, പിന്നീട് ഇടപെട്ടവരുണ്ട്. കാന്തപുരം ഉസ്താദിനെ പോലെ അവസാന ഘട്ടത്തിൽ ഇടപെട്ട് കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കിയവരുണ്ട്. ഒരു മലയാളി സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിച്ച് അന്യ രാജ്യത്ത് ജയിലിൽ കിടക്കുമ്പോൾ ഇതിൽ ഇടപെട്ട ക്രെഡിറ്റിനൊക്കെ വേണ്ടി മത്സരിക്കുന്നത് ഭയങ്കര ചീപ്പാണ് ആക്ഷൻ കൗൺസിലുകാരെ എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ആളുകൾക്ക് ശരിക്കും പരിഹാസവും പുച്ഛമൊക്കെയാണ് തോന്നുന്നത്. എന്ത് കഷ്ടമാണല്ലേ, എന്തിന്റെ ക്രെഡിറ്റാണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത്? എന്തൊക്കെയായാലും കഴിഞ്ഞ 8 കൊല്ലം വിഷയത്തിൽ ഇടപെട്ടവർ കാര്യക്ഷമമായി ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ് നിമിഷപ്രിയ ഇതുവരെ മോചിപ്പിക്കാൻ കഴിയാത്തതും വധശിക്ഷ വരെ കിട്ടിയതുമൊക്കെ എന്നത് സത്യമാണ്. കാന്തപുരം ഉസ്താദ് ഇടപെട്ടപ്പോൾ, ഇപ്പോൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവർ വധശിക്ഷയും നടപ്പാക്കിയേനെ. അത്തരമൊരു സാഹചര്യത്തിൽ മനസ്സ് തുറന്ന് കാന്തപുരം ഉസ്താദിന് ഒരു നന്ദി പറയാൻ ആർക്കാണ് നമുക്ക് മടിയുണ്ടോ? നമുക്ക് എന്തിനാണ് നമ്മൾ ഇത്ര വലിയ ഈഗോ ഉള്ള ആളുകളായി പറയുന്നത്? നന്ദി ഉസ്താദ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കുഴപ്പം പറ്റുക, അല്ലേ? കാര്യം നടന്നാ പോരെ. അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നിമിഷപ്രിയ രക്ഷിച്ചിരിക്കുന്നത് എന്ന് വെറുതെ പറയുന്നതല്ല. ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിമിഷപ്രിയയുടെ കേസ് പരിഗണിക്കുകയുണ്ടായി. അപ്പൊ കേന്ദ്ര സർക്കാർ കോടതിയിൽ പോയി പറഞ്ഞത് കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്ന് തന്നെയാണ്. കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അതാണ് സത്യവും. നല്ല പരിമിതി കേന്ദ്രത്തിന് ഈ വിഷയത്തിലുണ്ട്. സാമുവൽ ഈ വിഷയത്തിൽ 8 വർഷമായി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ
ഖത്തറിനും ഒക്കെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ യമനിൽ നിമിഷപ്രിയ ഇപ്പോൾ ജയിലിൽ കഴിയുന്നിടത്ത് ഹൂത്തികളാണ് ഭരിക്കുന്നത്. അവിടെ ഇടപെടാൻ എല്ലാവർക്കും പരിമിതികളുണ്ട് എന്നതാണ് സത്യം. അതിനാൽ മതപരമായ ഇടപെടലുകളാണ് ഇവിടെ ശരിക്കും ഫലം കണ്ടത് എന്നത് മറ്റൊരു സത്യമാണ്, അംഗീകരിച്ചേ പറ്റൂ. കേന്ദ്രം പാർലമെന്റിൽ പറഞ്ഞത്, ജോൺ ബ്രിട്ടാസ് MP ചോദ്യം ചോദിക്കും, ഇതൊരു സ്വകാര്യ വിഷയമാണെന്നാണ്. സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞത് സാധ്യമായത് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഈ ബ്ലഡ് മണി പോലെ ഇത്തരം കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്ത് സമവായം ഉണ്ടാക്കാനൊന്നും കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതിയുണ്ട് എന്നാണ്. കുടുംബങ്ങൾ ഇടപെട്ട് സ്വകാര്യ ചർച്ചകൾ നടക്കട്ടെ എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അത്രയേ പറ്റൂ. ഡിപ്ലോമാറ്റിക് ചാനൽ വഴി നേരിട്ട് കേന്ദ്രത്തിന് ഇടപെടാനൊന്നും കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഇറാൻ വഴി ഇടപെടാൻ പറ്റുമെന്ന് പലരും പറഞ്ഞു, പക്ഷെ കേന്ദ്രം ശ്രമിച്ചിട്ടില്ല. യമൻ എന്നാൽ മനുഷ്യത്വത്തിനൊന്നും യാതൊരു വിലയുമില്ലാത്ത ഒരു രാജ്യമാണ്. വടക്കൻ യമനിലാണ് നിമിഷപ്രിയ. അവിടെ ഭരണം നടന്ന ഹൂത്തികളെ കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇറാൻ വഴി ഇടപെടാൻ ശ്രമിച്ചില്ല. ഇതൊക്കെ സത്യമാണ്. ജോൺ ബ്രിട്ടാസ് MP രണ്ട് വട്ടം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ കേന്ദ്രം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. സ്വകാര്യ വിഷയമാണ്, കുടുംബങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നൊക്കെ. ചാണ്ടി ഉമ്മനാണ് കാന്തപുരത്തിനോട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടത് എന്നും കേൾക്കുന്നുണ്ട്. കാന്തപുരം യമനിലെ സൂഫി പണ്ഡിതൻ ഉമർ ബിൻ ഹബീബ് ഹഫീളുമായി നടത്തിയ ചർച്ചകളും ഇടപെടലുകളുമാണ് ഇപ്പോ ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചത്. കാന്തപുരത്തിന് കിട്ടിയ കത്ത് വ്യാജമാണോ എന്ന ചർച്ചയും വലിയ പാരലൽ വേൾഡിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും വ്യാജമല്ല, ശരിക്കുള്ള കത്താണ്. ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് കുറ്റവാളി നിമിഷപ്രിയ ടോമി തോമസിന്റെ വധശിക്ഷ പുതിയ തീയതി നിങ്ങളെ അറിയിക്കുന്നത് വരെ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. ക്രെഡിറ്റിന് വേണ്ടി തർക്കിക്കുന്നവർ ഒന്നോർക്കുക, നിമിഷപ്രിയയെ വെറുതെ വിട്ടിട്ടില്ല, മാറ്റിവെച്ചിട്ടേ ഉള്ളൂ. ഇടപെടലുകൾ ഇനിയും വേണം. കേന്ദ്രം ഇടപെടണം. എല്ലാ ആക്ഷൻ കൗൺസിലും നാഷണലും ഇന്റർനാഷണലും ഒക്കെ ഇടപെടണം. തമ്മിൽ തല്ലാതെ ഇടപെടണം. ചാണ്ടി ഉമ്മനും കാന്തപുരം ഉസ്താദും ഇടപെടണം. കേന്ദ്രം ഇടപെടേണ്ടി വരും. എങ്കിൽ ചിലപ്പോൾ നിമിഷപ്രിയ രക്ഷപ്പെട്ടേക്കാം. അതുവരെയെങ്കിലും ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഈ നാണം കെട്ട അടിപിടി ആക്ഷൻ കൗൺസിലുകാർ നിർത്തുക. കാരണം മുമ്പ് യമനിൽ നിന്ന് വന്ന വിധിയിൽ വ്യക്തമായി എഴുതിയൊരു വരിയുണ്ട്. 2025 ജനുവരി 7 മരിച്ചയാളുടെ അവകാശികളോട് സർവശക്തനായ ദൈവത്തെയോ രക്തപ്പണത്തെയോ വ്യവസ്ഥയെ മുൻനിർത്തി കുറ്റവാളിയായ സ്ത്രീക്ക് മാപ്പ് നൽകാൻ ആവശ്യപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പ്രതികാര ശിക്ഷ നൽകണമെന്നാണ് കുടുംബത്തിന്റെ നിർബന്ധം. സർവശക്തനായ ദൈവത്തെയോ ബ്ലഡ് മണിയെയോ പകരമായി അല്ലെങ്കിൽ അതിൽ കൂടുതലായി ശിക്ഷിക്കപ്പെട്ട സ്ത്രീക്ക് മാപ്പ് നൽകാൻ അവർ വിസമ്മതിക്കുന്നു. പ്രതികാര ശിക്ഷ നടപ്പാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു എന്ന് വിധിയിൽ എഴുതി വെച്ചിരിക്കുക. നിങ്ങൾക്കറിയാമോ, ബ്ലഡ് മണി സ്വീകരിക്കുന്നത് വളരെ അപമാനകരമായിട്ടാണ് യമനിലെ തലാലിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഇപ്പോഴും കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ അവർ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി. അവർ ആ ശിക്ഷ നടപ്പാക്കാൻ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ക്ഷമിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഒരു പൊടിക്കടങ്ങുക ക്രെഡിറ്റ് ചോദിക്കുന്നവർ. കാന്തപുരം ഉസ്താദും കേന്ദ്രവും കേരളവും ഒക്കെ പരിശ്രമങ്ങളുമായി ഒന്നിച്ചു മുന്നോട്ട് പോട്ടെ. പരിശ്രമങ്ങൾ വിജയം കാണട്ടെ. ഇന്നലെ 24 ചാനൽ ഒരു ചർച്ച കണ്ട്, എന്റെ ദൈവമേ, ക്രെഡിറ്റിന് വേണ്ടിയുള്ള നാണം കെട്ട അടി കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നാണം വന്നു പോകും നമുക്കൊക്കെ. ഉസ്താദേ, വീണ്ടും നന്ദി. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുവിൻ. ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്കും കരുണ ചെയ്യുമായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ ഭൂമിയിൽ സമാധാനമെങ്കിലും ഉണ്ടാകും.